പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മുടെ ടേം 1 പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടേം 2 പരീക്ഷയ്ക്ക് പകുതി ഭാഗമുണ്ട്. അപ്പോൾ ടേം 2വിന് പീരിയോഡിക് ട്രെൻഡ് ഇൻ പീരിയോഡിക് ടേബിൾ തൊട്ട് താഴോട്ടുള്ള ഭാഗങ്ങളാണുള്ളതെന്നാണ് പറയുന്നത്. എങ്കിലും ഇതിന് മുന്നേ ഉള്ള ടോപ്പിക്, അതായത് നമ്മുടെ ടേം 1ന് വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിൻ്റെ ഇതിന് മുന്നേ വരെയുള്ള പോർഷൻസിൻ്റെ വൺ ഷോട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്തേക്കാം, കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുമ്പത്തെ ടോപ്പിക്ക് ഓർമ്മയില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. വളരെ കുറച്ച് സമയം കൊണ്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ടോപ്പിക്ക് ഫുള്ള്, അതായത് ഇതിന് തൊട്ട് മുന്നേ വരെ വരുന്ന ആ ഒരു വലിയ ഭാഗം അത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ്. അതായത് പീരിയോഡിക് ട്രെൻഡ് ഇൻ പീരിയോഡിക് ടേബിൾ മുതലുള്ള ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പീരിയോഡിക് ട്രെൻഡ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ചില പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എലമെൻറ്റ് എവിടെയാണ് ഇരിക്കുന്നത് എന്നത് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊരു ഉദാഹരണമാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി നിങ്ങൾക്കറിയാം അല്ലേ? ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ കാണുന്ന ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എനർജി കൊടുക്കണം എന്നതിനെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പി എന്ന് വെച്ചാൽ എനർജി. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇലക്ട്രോണ് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുകയാണ് ന്യൂക്ലിയസ് എങ്കിൽ നല്ല എനർജി കൊടുത്താലേ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് ചോദിക്കാം. എങ്ങനെ പറയും? മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് to remove the most loosely bonded electron from the outermost shell of an isolated gaseous atom of an element is called ionization enthalpy. അപ്പോൾ എന്താണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർമോസ്റ്റ് കാണുന്ന ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ലെസ് അട്രാക്ഷനുള്ള ഇലക്ട്രോണിന് റിമൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിക്ക് ഒരു ഗ്രൂപ്പിലും പീരീഡിലും എന്ത് മാറ്റമാണ് വരുന്നത്? അപ്പോൾ നമുക്കറിയാം, ഒരു പീരിയോഡിക് ടേബിളിൽ താഴോട്ട് പോകുന്നതാണ് ഗ്രൂപ്പ്, വലത്തോട്ട് പോകുന്നതാണ് പീരീഡ്. അപ്പോൾ പീരിയോഡിക് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നോക്കുക. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലേ എന്താണ്? ന്യൂക്ലിയസ് എത്രത്തോളം അട്രാക്ഷനാണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്, അതനുസരിച്ചായിരിക്കും അയണൈസേഷൻ എൻതാൽപ്പി കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഒരു പീരീഡിൽ ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യും, കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും അല്ലേ, ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണും ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണും, ഇതിൽ രണ്ടിൽ ആരുടെ അടുത്തായിരിക്കും ന്യൂക്ലിയസിന് കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്? അത് ഇവിടെയാണെന്ന് നിങ്ങൾ പറയും. ഇവിടെയാണെങ്കിൽ ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ഈവൻ ദോ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ പോലും ദൂരം കാരണം എന്ത് പറ്റും, ഔട്ടർ മോസ്റ്റ് ഇരിക്കുന്ന ആളെ അത്ര നല്ല രീതിയിൽ അട്രാക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ, എലോങ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറയുന്നു. അതായത് ചെറിയ എനർജി കൊണ്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ചെറിയ എനർജി കൊണ്ട് തന്നെ ഈ അയണൈസേഷൻ എനർജി നമ്മളല്ലേ കൊടുക്കുന്നത് അങ്ങോട്ട്, അപ്പോൾ നമുക്ക് ചെറിയ എനർജി കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എലോങ് എ ഗ്രൂപ്പ് നമ്മൾ പഠിച്ചു. ഇനി എലോങ് എ പീരീഡ് നോക്കുമ്പോൾ നമുക്കറിയാം, പീരീഡിനകത്ത് ഷെല്ലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുന്നില്ല അല്ലേ, എല്ലാവർക്കും ഒരേ ഷെൽ നമ്പർ ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ഇവിടെ എന്ത് പറ്റുന്നുണ്ട്, വലത്തോട്ട് പോകും തോറും പ്രോട്ടോണുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, എന്നാൽ ദൂരത്തിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇലക്ട്രോൺസിന് നല്ല രീതിയിൽ എന്തായാലും ഒരു അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഉണ്ടാകും. അപ്പോൾ അവർ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി കൊടുക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ, എലോങ് എ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് കൂടും. കാരണം നമ്മൾ കൂടുതൽ എനർജി കൊടുത്താലേ ഒരു പീരീഡിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് എന്ത്, അയണൈസേഷൻ എൻതാൽപ്പിയുടെ പീരിയോഡിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എലോങ് എ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്, എലോങ് എ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എലോങ് എ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസസ്, സോ ദ എഫക്റ്റീവ് ന്യൂക്ലിയർ അട്രാക്ഷൻ ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഡിക്രീസസ്. Along a period, the number of shells are equal and the number of proton is increasing, so more nuclear charge, hence more energy is needed to remove the electron. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഗ്രൂപ്പിലോട്ട് താഴോട്ട് പോകുമ്പോൾ ഷെല്ലിൻ്റെ എണ്ണം കൂടും, അപ്പോഴത്തേക്ക് ന്യൂക്ലിയർ അട്രാക്ഷൻ കുറയും. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തന്നെയാണ് അല്ലേ. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ ഡിക്രീസ് ചെയ്യും. ഇനി അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു പീരീഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടെന്നുള്ളത് ഇവിടെ പറഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടെന്നുള്ളത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ഓക്കെ അല്ലേ. ശരി, ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ പീരിയോഡിക് ട്രെൻഡ് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നതാണ് എന്താ, നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീസിയവും ഫ്രാൻസിയവുമാണ് ലീസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി വരുന്ന ആൾക്കാർ. കാരണം അവർ ആദ്യ ഗ്രൂപ്പുകളിൽ താഴെയാണ് കിടക്കുന്നത്. ഓക്കെ,
നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫ്ലൂറിൻ പോലെയുള്ള ഇവരാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊസിഷൻ തന്നിട്ട് എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമല്ലോ, പറ്റൂലേ? ശരി, അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓരോ ഗ്രൂപ്പുകളാണ്, ഓരോ ബ്ലോക്കുകളാണ്. എസ് ബ്ലോക്കിൻ്റെ ക്യാരക്ടർ, പി ബ്ലോക്കിൻ്റെത്, ഡി ബ്ലോക്കിൻ്റെത്, എഫ് ബ്ലോക്കിൻ്റെത്. വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ ആരാണ്? എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ ആൽക്കലി മെറ്റൽസ് അല്ലെ, ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും. ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽ, രണ്ടാമത്തെ വിളിക്കുന്ന പേര് ആൽക്കലി എർത്ത് മെറ്റൽ. ഇവരെ രണ്ടുപേരെയും ചേർത്തിട്ടാണ് നമ്മൾ എസ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട്? ഇവർ രണ്ടുപേരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അവസാന ഇലക്ട്രോൺ ചെന്ന് നിൽക്കുന്നത് എസ് സബ്ഷെല്ലിലായിരിക്കും. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പുകാർ നമ്മൾ എടുത്താൽ അവരെല്ലാവരുടെയും അവസാനത്തെ എസ് സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആയിരിക്കും കാണുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ഈ പറയുന്ന സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും പഠിച്ചു വയ്ക്കുന്നത്, പണ്ടേ പഠിച്ച കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് ആയാലും പി ബ്ലോക്ക് ആയാലും ഇവരുടെ ഔട്ടർ മോസ്റ്റിനകത്ത് 1 or 2 ഇലക്ട്രോൺസേ കാണത്തുള്ളൂ. സോ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്ന ഏക കാര്യം ഈ പറയുന്ന ആളെ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് മെറ്റാലിക് പ്രോപ്പർട്ടി കൂടുതലെന്ന് പറയുന്നത്. ഇവർ ഇലക്ട്രോണിനെ എപ്പോഴും എന്ത് ചെയ്യും? ഡൊണേറ്റ് ചെയ്യും. സോഡിയത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പിന്നീടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ് ബ്ലോക്ക് എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കെമിക്കൽ റിയാക്ഷനിൽ എപ്പോഴും പങ്കെടുക്കുന്നത് എസ് ആയിരിക്കും. എസ് ബ്ലോക്ക് എലമെൻറ്റിന് എന്തിനാണ് ഇഷ്ടം? ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. ഇനിയാണ് ഓക്സിഡേഷൻ നമ്പർ വരുന്നത്. പലർക്കും സംശയം വരുന്നൊരു ഭാഗമാണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കുമ്പോൾ ഈ പറയുന്ന എലമെൻറ്റ് ഇലക്ട്രോണെ കൊടുക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവിടെ പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പർ, ഇലക്ട്രോൺ വാങ്ങുകയാണെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഓക്സിഡേഷൻ നമ്പർ. ഇങ്ങനെ പഠിച്ചു വെച്ചതായിരിക്കും എളുപ്പം. അപ്പോൾ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നുവെങ്കിൽ എന്താണ്? പോസിറ്റീവ്, വാങ്ങുന്നുവെങ്കിൽ നെഗറ്റീവ്. അപ്പോൾ അതറിയാൻ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവസാനത്തെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എത്ര എണ്ണം ഉണ്ട് അല്ലേ? 4നേക്കാളും ചെറിയ നമ്പറാണ് വരുന്നതെങ്കിൽ അവർക്ക് കൊടുക്കാനായിരിക്കും ഇഷ്ടം, പോസിറ്റീവ്. 4 കഴിഞ്ഞിട്ടൊരു നമ്പർ ആണെങ്കിൽ അവർക്ക് വാങ്ങാനായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത് അതിൻ്റെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഇതുപോലെയുള്ള ഒരു എലമെൻറ്റ് തന്നിട്ട് ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി കുറച്ച് ആൾക്കാരുടെ ഓക്സിഡേഷൻ നമ്പർ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത് ഈ കേസിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് വെച്ചാൽ -2 ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 2,6 ആണ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ബേസിക് കോൺഫിഗറേഷൻ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണം അവസാനം 8 എണ്ണമാണ് വേണ്ടതെന്നുള്ളത് നമുക്കറിയാം ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. 6 ഉള്ളൂ. അപ്പോൾ 2 എണ്ണം വാങ്ങുകയാണ് ആര് എപ്പോഴും ചെയ്യുന്നത്? ഓക്സിജൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ 2 എണ്ണം വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജായ ഇലക്ട്രോൺ അല്ലേ വരുന്നത്, അതുകൊണ്ട് മൈനസ്. സോ ഓക്സിജൻ്റെ എഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴുള്ള ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, നല്ലതാണ്. ക്ലോറിൻ എന്ന് പറയുമ്പോൾ 287 ആണ് വരുന്നത്. അപ്പോൾ ക്ലോറിൻ 17. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരെണ്ണമാണ് എപ്പോഴും ആവശ്യം. അപ്പോൾ -1 ആയിരിക്കും ക്ലോറിൻ്റെ എന്തെന്ന് പറയുന്നത്? ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ 1-2 ആൾക്കാർ ഓക്സിജൻ, ക്ലോറിൻ ഒക്കെ ഓർത്ത് വയ്ക്കുക. ബാക്കിയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കി, സോഡിയം ക്ലോറൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഞാനിപ്പോൾ ക്ലോറിൻ എന്താ പറഞ്ഞു തന്നതേ ഉള്ളൂ അല്ലേ? ക്ലോറിൻ്റെ -1 ആണ്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക ഓക്സിഡേഷൻ നമ്പർ? നമ്മൾ ആദ്യം തന്നിട്ടുള്ളത് അങ്ങ് എടുത്ത് എഴുതുക, NaCl. ഇതിൽ ഒരാളുടെ നമുക്ക് അറിയായിരിക്കും. ഇവിടെ ക്ലോറിൻ്റെത് അറിയാം, -1 ആണ്. സോഡിയത്തിന് അറിഞ്ഞുകൂടാന്ന് തന്നെ വിചാരിച്ചു, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നോക്ക്, ഇവിടെ എഴുതിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ചാർജിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം ഇവരെന്താണ്? ഇവനിപ്പോൾ ന്യൂട്രലാണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന സമയത്ത് ക്ലോറിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇലക്ട്രോൺ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ -1 ആയത്. അങ്ങനെയാണെങ്കിൽ സോഡിയം അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഇലക്ട്രോൺ അല്ലേ ക്ലോറിൻ വാങ്ങിച്ചത്. അപ്പോൾ എന്താണ്? NAയുടേത് +1 ആയിരിക്കും, Clൻ്റെ -1 ആയിരിക്കും. ചെറിയ കേസുകളിൽ ഇങ്ങനെ തന്നെ ഊഹിക്കാൻ പറ്റും. ഇപ്പോൾ MgO നമുക്ക് നോക്കാം, മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെഗ്നീഷ്യം ഓക്സൈഡിൽ ഒരു ചാർജ് ഇല്ല. എനിക്ക് ആകെ അറിയാമെന്നുള്ളത് ഓക്സിജൻ്റെ -2 ആണെന്ന് എനിക്കറിയാം. അപ്പോൾ മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ -2ന് വേണ്ട 2 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ടാവും. ആണോ അല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? മെഗ്നീഷ്യത്തിന് എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ X എന്ന് ഇട്ടു. പക്ഷേ എനിക്കറിയാം ഇവർ രണ്ടുപേരുടെയും കൂടെ നെറ്റ് ചാർജ് 0 ആയതുകൊണ്ടല്ലേ മോൾ എഴുതാത്ത. അപ്പോൾ ഈ Xൻ്റെ ചാർജിനോടൊപ്പം ഓക്സിജൻ്റെ -2 വന്നപ്പോഴത്തേക്കും ഉത്തരം 0 ആകണമെങ്കിൽ Xൻ്റെ വാല്യൂ എത്രയായിരിക്കും? Xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് X - 2 = 0. അപ്പോൾ Xൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? +2 ആയിരിക്കണം.
സോ ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? +2 ആയിരിക്കും. അപ്പോൾ ഒരാളുടെ അറിയാമെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലായി. എസ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ ഓക്സിഡേഷൻ നമ്പർ നോക്കുമ്പോഴത്തേക്കും അത് +1ഉം +2ഉം ആയിരിക്കും. +1ഉം +2 ആയിരിക്കും. കാരണം ഇവരെപ്പോഴും ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. ഒന്നാമത്തെ ഗ്രൂപ്പുകാർക്ക് അത്രയും ഡൊണേറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണല്ലേ അവസാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നിനെ ഡൊണേറ്റ് ചെയ്യും. രണ്ടാമത്തെ ആൾക്കാർക്ക് അത്രയും 2 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ 2നെ ഡൊണേറ്റ് ചെയ്യും. സോ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് വിൽ ബി ജനറലി +1 ആൻഡ് +2. അപ്പോൾ ഇതിൻ്റെ എളുപ്പമാണ്. ഇനി നമുക്ക് ഇവരുടെ എന്ത് കേസാണ് നോക്കാനുള്ളത്? ഇവരുടെ സ്റ്റേറ്റ് എല്ലാവരും സോളിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. പക്ഷേ CCM എന്ന് പറയുന്ന ഒരാൾ മാത്രം ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡേ ടൈമിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണും. ഫ്രാൻസിയവും റേഡിയോ എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകളാണ്. സംഭവം സിമ്പിൾ ആണെങ്കിലും ഇവിടുന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി നോക്കുക. എസ് ബ്ലോക്ക് എലമെൻറ്റുകൾ നമുക്കറിയാം ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പുകാരാണ്. അവർ കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +1ഉം +2ഉം ആണ്. അവരിൽ പ്രധാനമായിട്ടും എല്ലാവരും സോളിഡ് സ്റ്റേറ്റിലാണ്. എങ്കിലും CCM എക്സെപ്ഷൻ. ഫ്രാൻസിയവും റേഡിയോവും റേഡിയോ ആക്റ്റീവ്, അത് നോക്കി വെക്കണം. ഇനി വരുന്നത് P ബ്ലോക്ക് എലമെൻറ്റുകളാണ്. അപ്പോൾ P ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെ വരുന്ന ഇത്രയും ആൾക്കാരാണ് P ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഈ P ബ്ലോക്ക് എലമെൻറ്റിൽ ആരൊക്കെ വരും? അപ്പോൾ 13 മുതൽ 18 വരെ വരുന്ന ഗ്രൂപ്പുകാരാണ് P ബ്ലോക്ക് എലമെൻറ്റ്. അതിൽ മെറ്റലുണ്ട്, നോൺ മെറ്റലുണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, നോബിൾ ഗ്യാസ് ഉണ്ട്. നോബിൾ ഗ്യാസ് എല്ലാവർക്കും അറിയാം. ഈ അവസാനം കിടക്കുന്ന 18ാമത്തെ ഗ്രൂപ്പുകാരാണ് നോബിൾ ഗ്യാസ്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഫില്ലായിരിക്കും. അതുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷന് പങ്കെടുക്കത്തില്ല. ഈ ഗ്രീൻ കളറിൽ കാണുന്ന ഇത്രയും ആൾക്കാരാണ് നോൺ മെറ്റലുകൾ എന്ന് പറയുന്നത്. ഈ നീല നിറത്തിൽ കാണുന്ന ഇത്രയും ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? മെറ്റലുകൾ എന്ന് പറയുന്നത്. ഓറഞ്ചിൽ കാണുന്ന ഇവരാണ് മെറ്റലോയിഡുകൾ. എന്ന് വെച്ചാൽ മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസ് അവർ കാണിക്കും. ഇനി മെറ്റലുണ്ട്, നോൺ മെറ്റലുണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, അതുപോലെ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേരുന്ന ഒരു അവിയൽ പരുവത്തിൽ കാണുന്ന ഗ്രൂപ്പാണ് ബ്ലോക്കാണ് ഏതെന്ന് പറയുന്നത്? P ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത P ബ്ലോക്ക് എലമെൻറ്റ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവിടെയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹൈഡ്രോജൻ ഫ്ലൂറൈഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രോജൻ എന്ന് പറയുന്നത് എന്തായാലും ഈ പറയുന്ന P ബ്ലോക്കിൽ വരുന്നതല്ല, ഏതാണ്? S ബ്ലോക്കിൽ വരുന്ന ആളാണ്. അപ്പോൾ ഫ്ലൂറിൻ്റെത് എനിക്കറിയില്ല. എനിക്ക് ഫ്ലൂറിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഹൈഡ്രോജൻ അറിയാം. ഹൈഡ്രോജൻ എന്തായാലും ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ അവന് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ കൊടുക്കുമ്പോഴത്തേക്കും +1 ആയിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവുക. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ലേ? അപ്പോൾ എന്തായാലും ഫ്ലൂറിൻ്റെ എത്രയായിരിക്കണം? -1 ആവണം. അപ്പോഴല്ലേ +1 -1 കൂടെ 0 ആവുള്ളൂ. അപ്പോൾ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എത്രയാണ്? -1. ഇനി Al2O3. അയ്യോ, വലിയ സംഭവമാണ്. പക്ഷേ ഒരു സംഭവമില്ല, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എനിക്ക് അലൂമിനിയത്തെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. പക്ഷേ 2 അലൂമിനിയം ഉണ്ടെന്ന് അറിയാം. ഇത് നോക്കിയിട്ട് Al2 എന്നറിയാം. ഓക്സിജൻ 3 എണ്ണം ഉണ്ടെന്ന് അറിയാം. ഓക്സിജൻ എനിക്കറിയാമേ എത്രയാണ്? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 13 അപ്പോഴത്തേക്ക് ഓക്സിഡേഷൻ നമ്പർ 8 അപ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. അപ്പോൾ എനിക്കറിയാം അലൂമിനിയത്തിന് എനിക്കറിയില്ല. ഞാൻ അതിന് X എന്ന് ഇട്ടു. പക്ഷേ എത്ര എണ്ണം ഉണ്ട് അലൂമിനിയം? 2 എണ്ണം ഉണ്ട്. ഇതിൻ്റെ ചാർജിനോടൊപ്പം ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ ഇവിടെ 3 എണ്ണം ഉണ്ട്. ഓക്സിജൻ്റെ ചാർജ് എത്രയാണ്? -2 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് നെറ്റ് ചാർജ് ഇവിടെ 0 കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ചാർജ് എഴുതുമായിരുന്നു? ഇല്ല. അപ്പോൾ ഞാൻ എടുക്കുന്നു X × 2 2x പ്ലസ് 3 × 2 -6 = 0. അല്ലെങ്കിൽ 2x - 6 = 0. അല്ലെങ്കിൽ 2x +6. x എന്താണ്? +6/2. ദാറ്റ് ഈസ് x +3. അതായത് അലൂമിനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ +3 ആണ്. ഓക്സിജൻ്റെ എന്താണ്? -2 ആണ്. ഓക്സിജൻ എന്താണ്? -2 ആണ്. ഇവിടെ +3 എന്നുള്ളത് എന്തുകൊണ്ടാണ് -2 ആയിട്ട് ക്യാൻസൽ ആയി പോയത്? എണ്ണം നോക്കണം. 2 എണ്ണം ഉണ്ട്. അപ്പോൾ 6 ഇവിടെ 3 × 2 6 +6 -6 അതുകൊണ്ടാണ് 0 ആയത്. ഓക്കെ. അതുപോലെ SO2ൻ്റെത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -1 ആണ്. അലൂമിനിയത്തിൻ്റെത് +3 ആണ്. SO2ൻ്റെ നമുക്ക് നോക്കാം. SO2 എനിക്ക് ആരെ അറിയില്ല? എനിക്ക് സൾഫറിനോ എനിക്ക് എസിനെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് എന്തറിയാം? O അറിയാം. അപ്പോൾ ഇവിടെ ഒരു എസ്സേ ഉള്ളൂ. അപ്പോൾ അതിന് അറിഞ്ഞാത്തതുകൊണ്ട് ഞാൻ X ഇട്ടു. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ പ്ലസ് ഓക്സിജൻ 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? അപ്പോൾ 2 × -2 ചാർജ് എണ്ണം 2 = 0. അപ്പോൾ എക്സ് ഇവിടെ 2 × 4 ആകും. അപ്പോൾ -4 = 0 എന്ന് എഴുതി കൂടെ. അപ്പോൾ x +4 എന്ന് വരൂലേ? അതായത് ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +4 ആണ് എന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ P ബ്ലോക്ക് എലമെൻറ്റുകൾ നമുക്ക് നോക്കുമ്പോൾ അവിടെ എന്തായിരിക്കും? ഈ P ബ്ലോക്ക് എലമെൻറ്റുകൾക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും? കാണിക്കാനായിട്ട്
പറ്റും. ഓക്കെ, കാണിക്കാനായിട്ട് പറ്റും. മാത്രമല്ല പല വേരിയബിൾ നമ്പേഴ്സും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, അവർക്ക് പ്ലസ് മൈനസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, -1 കണ്ടു, നമ്മളെവിടെ കണ്ടു -1 നമ്മുടെ ഫ്ലൂറിനിൽ കണ്ടു. അലൂമിനിയത്തിലും സൾഫറിലും എന്ത് കണ്ടു, നമുക്ക് പ്ലസ്സും കാണാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇങ്ങനെയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഗാലിയവും അല്ലേ, അവിടെ എന്താണ്, എല്ലാവരും സോളിഡ്സും ലിക്വിഡും ഗ്യാസും ഉണ്ട്. അതിൽ ഗാലിയം എന്ന് പറയുന്നത് എന്താണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന ഒരു പി ബ്ലോക്ക് എലമെൻ്റ് ആണ് ഗാലിയം. ഇങ്ങനത്തെ ഈ വെറൈറ്റി ആയിട്ട് വരുന്ന സാധനങ്ങൾ നമ്മൾ നോക്കി വെച്ചോളം ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, എസ് ബ്ലോക്ക് എലമെൻറ്റുകളെയും പി ബ്ലോക്ക് എലമെൻറ്റുകളെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ് അതും ചോദിക്കും. ഇനി ഇവിടെ ഒരു ചോദ്യം, അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റുകളാണോ പി ബ്ലോക്ക് എലമെൻറ്റുകളാണോ കൂടുതൽ, കുറവ് എസ് ബ്ലോക്ക് എലമെൻറ്റുകളായിരിക്കും. ഓക്കെ, എസ് ബ്ലോക്ക് എലമെൻറ്റുകളൊക്കെ ആയിരിക്കും അയനൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കുറവ്. അറിയാലോ, താഴോട്ട് പോകുമ്പോൾ വലിപ്പം കൂടുന്നതാണ് കാരണം എന്ന് പറയുന്നത്. പി ബ്ലോക്കുകാർ വലതുവശത്തായതുകൊണ്ട് തന്നെ പീരീഡിൻ്റെ വലതുവശത്തല്ലേ, അപ്പോൾ ഇവർക്ക് എന്തായാലും ഇവരെക്കാളും അയനൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അടുത്ത ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ. ഡി ബ്ലോക്ക് എലമെൻറ്റിലും വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ആരാണ്, നമ്മുടെ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ ഈ പറയുന്ന 12ാമത്തെ ഗ്രൂപ്പ് വരെ വരുന്ന ആൾക്കാർ. ഓക്കെ, അതായത് ഈ പറയുന്ന 3 മുതൽ 12 വരെ വരുന്നവരാണ് ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ. സിമ്പിളാണ്. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അറിയാലോ, 4s ഫില്ല് ചെയ്തിട്ടേ അടുത്ത് എന്ത് ചെയ്യുള്ളൂ, 3D ഫില്ല് ചെയ്യുള്ളൂ എന്നുള്ള വളരെ ബേസിക്കായ കാര്യം. അപ്പോൾ 4s കഴിഞ്ഞിട്ടായിരിക്കും 3D ഫില്ല് ചെയ്യുന്നത്. അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും അവസാനമായിട്ട് ഫില്ല് ചെയ്യുന്നത്. കാരണം നമ്മൾ എനർജിയുടെ ഓർഡർ എഴുതുമ്പോൾ 3D കഴിഞ്ഞിട്ടാണ് 4s വരേണ്ടത്. പക്ഷേ ഫില്ലിംഗ് വരുമ്പോഴത്തേക്കും 4s കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്. അപ്പോൾ അവസാനം ഇത്, അതിന് തൊട്ട് മുമ്പുള്ളത് ഡി. ഇതിനെയാണ് പെൻ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അൾട്ടിമേറ്റിന് മുന്നേ പെൻ അൾട്ടിമേറ്റ്. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റുകളുടെ പ്രത്യേകത, പെൻ അൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത്. ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എല്ലാവരും എന്താണ്, മെറ്റലുകളാണ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സാധാരണയായിട്ട് ഒരു ഗ്രൂപ്പിലാണല്ലോ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്, മുകളിൽ നിന്ന് താഴോട്ട്. ഒന്നാമത്തെ ഗ്രൂപ്പുകാർക്കെല്ലാം ഒരേ പ്രോപ്പർട്ടി, രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്ക് ഒരേ പ്രോപ്പർട്ടി, 13, 14, 15, 16, 17, 18. എന്നാൽ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ഗ്രൂപ്പിലും ഒരേ പ്രോപ്പർട്ടി കാണിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി അവർക്കുണ്ട്, പോരാതെ ഇവർ പീരീഡിന് ലോങ്ങായിട്ടും സെയിം പ്രോപ്പർട്ടി കാണിക്കും. അതെന്തുകൊണ്ടെന്ന് ചോദിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്കറിയാമല്ലോ, എനർജിയുടെ ഓർഡറിൽ എഴുതുമ്പോഴത്തേക്കും എപ്പോഴും 3D കഴിഞ്ഞിട്ടാണ് 4s വരുന്നത്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 3D കഴിഞ്ഞിട്ടേ 4s വരുള്ളൂ. എനർജി വരുമ്പോഴാണ് എന്ത് വരുന്നത്, 4s കഴിഞ്ഞ് 3D വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റുകളിൽ അത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിതാ 4ാമത്തെ പീരീഡുകാരെ നോക്കുകയാണ്. 4ാമത്തെ പീരീഡ് നോക്കിക്കഴിയുമ്പോൾ എല്ലാവരുടെയും അവസാനത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏതാണ്, 4s. ഇത് എക്സെപ്ഷനാണ്. ക്രോമിയം കോപ്പർ എക്സെപ്ഷനാണ്. ഓക്കെ, 4s. അത് വന്നത് എന്തുകൊണ്ടാണ്, 3D കഴിഞ്ഞിട്ട് 4s ഫില്ല് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, എല്ലാവരുടെയും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ സെയിം അല്ലേ. അതുകൊണ്ട് എന്ത് പറ്റും, ഇവർക്ക് എലോങ് എ പീരീഡും സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. ഇനി 5th ഗ്രൂപ്പിലാണെങ്കിൽ എന്ത് പറ്റും, 5s എന്ന് വരും. ക്രോമിയം കോപ്പർ എപ്പോഴും എക്സെപ്ഷനാണ്. അപ്പോൾ ക്രോമിയം കോപ്പർ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ടേ ചോദ്യം എഴുതാവുള്ളൂ. ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും അവസാനം ഫില്ലിംഗ് നടക്കുന്നത്. ഇവർക്ക് മാത്രം ഗ്രൂപ്പിലും പീരീഡിലും സെയിം പ്രോപ്പർട്ടി കാണിക്കും. ഇനി ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പറ്റി നോക്കും. അവിടെയാണ് വേറൊരു കൺഫ്യൂഷൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിങ്ങൾ വെറുതെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. നിങ്ങൾ ആലോചിക്കും, ഓക്സിജൻ്റെ പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഓക്സിജൻ -2 ആയിരിക്കും, സോഡിയത്തിൻ്റെ +1 ആയിരിക്കും, മെഗ്നീഷ്യത്തിൻ്റെ +2 ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഡി ബ്ലോക്ക് എലമെൻറ്റുകളിൽ ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഇത് തന്നെയാണ് വിഷയം. 3D കഴിഞ്ഞിട്ട് 4s ആണ് വരുന്നതെങ്കിലും ഫില്ല് ചെയ്യുന്നത് 4s കഴിഞ്ഞ് 3D ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്, എനർജിയുടെ വ്യത്യാസമാണ് പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഈ 4sഉം ഈ പറയുന്ന 3Dയും തമ്മിൽ ഒരു സ്ലൈറ്റായിട്ടുള്ള എനർജിയുടെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആവശ്യക്കാരൻ വന്ന് ചോദിച്ചാൽ 4s കിടക്കുന്ന ഇലക്ട്രോണിനെയും കൊടുക്കും, ആവശ്യം വന്ന 3D ഒന്നും എടുത്ത് കൊടുക്കാൻ പറ്റുമവർക്ക്. ഒന്ന് ശക്തിയായിട്ട് വലിച്ചു കഴിഞ്ഞാൽ 3Dയിലുള്ളവരും അങ്ങ് പോകും. അത് ഇവർ ഏതാണ്ട് ഒരേ എനർജിയാണ്. ഇതാണ്
3Dക്ക് എന്തുകൊണ്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ളതിൻ്റെ റീസൺ ഇവിടെ നോക്കുക. ഇവിടെ FeCl2 ഉണ്ട്, FeCl3 ഉണ്ട്. FeCl2 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? +2 ആണ്. FeCl3യിലാണെങ്കിൽ +3 ആണ്. അപ്പോൾ നോക്കി, ഒരേ അയൺ ക്ലോറിൻ രണ്ടുമായിട്ട് ചേർന്നപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചു, 3 ക്ലോറിൻ വന്നപ്പോൾ 3 ആയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നോക്കിയേ, നോർമൽ കണ്ടീഷനിൽ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, FeCl2ൽ +2 കാണിച്ചു, +3 കാണിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ പറയുന്ന കണ്ടോ നോർമൽ കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇതല്ലേ, 1s2 2s2 2p6 3s2 3p6 4s2. Cl2 വന്നപ്പോൾ എന്ത് പറ്റി? 2 ക്ലോറിനാണ്, ക്ലോറിൻ ഒന്നേ ആവശ്യമുള്ളൂ, ഇവർ രണ്ടുപേരെ അങ്ങ് കൊടുത്തു. അങ്ങനെ Cl2 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയി. എന്നാൽ ഒരു ക്ലോറിനും കൂടെ വന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന 6ൽ നിന്നും ഒരു ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ഇവന് 3d5 ആകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരേ എനർജി ലെവലിലാണ്. There is a slight difference between the energy of the outermost shell and the penultimate shell. സ്ലൈറ്റ് എനർജി ഡിഫറൻസ് ഇവർക്കിടയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആഞ്ഞു വലിച്ചാൽ അവൻ അങ്ങ് പോകും. അപ്പോൾ ആ 3d4s ഫില്ലിംഗ് ആണ് അവിടെയും നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഗ്രൂപ്പിനും ഈ പറയുന്ന പീരീഡിനും ലോങ്ങായിട്ട് പ്രോപ്പർട്ടി കാണിക്കുന്നതിൻ്റെ പിന്നിലും 3d4s ആണ്. ഇനി ഒന്നും കിട്ടുന്നില്ല, മറന്നു വേണമെങ്കിൽ 3d4s എന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ പെട്ടെന്ന് നോക്കുന്ന സാറ് ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടെങ്കിൽ മാർക്ക് കിട്ടും. ഇതാണ് ഡി ബ്ലോക്കിൻ്റെ മെയിൻ വില്ലൻ. ഇനി ഇവിടെ നോക്കി, മാംഗനീസ് നോക്കി 25 വരുന്നത്. ഇവൻ ഓരോരുത്തരും Cl2 ആയിട്ട് ചേർന്നപ്പോൾ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചു, O2 ആയിട്ട് ചേർന്നപ്പോൾ +4 കാണിച്ചു, O3യുമായിട്ട് ചേർന്നപ്പോൾ +3 കാണിച്ചു, O7യുമായിട്ട് ചേർന്നപ്പോൾ +7 കാണിക്കുന്നു. എന്തുകൊണ്ട്? ഇത് തന്നെയാണ് കാരണം. എന്താ കണ്ടോ, ഇവിടെ നിന്ന് ഈ ഔട്ടർ മോസ്റ്റിൽ നിന്ന് ഓരോന്ന് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ ഇവന് ഒരു മടിയുമില്ല. കാരണം 3Dക്കും 4sനും ഏതാണ്ട് ഒരേ എനർജി ലെവലാണ്. There is only a slight energy difference between the outermost S subshell and penultimate D subshell. As a result, when favorable condition occurs, electrons from the D subshell also take part in chemical reaction. ഇതുകൊണ്ടാണ് ഇവരെന്ത് കാണിക്കുന്നത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഇനി കളേർഡ് കോമ്പൗണ്ട് വരുമ്പോൾ ഇത് തന്നെയാണ്, അവിടെയും D തന്നെയാണ് പ്രശ്നം. ഈ ഡിയിൽ 1 മുതൽ 10 വരെ ഇലക്ട്രോൺസ് കൊള്ളുമെന്നാണല്ലോ. എന്നാൽ നമ്മൾ ഈ പറയുന്ന ഡി ബ്ലോക്ക് നോക്കുമ്പോഴത്തേക്കും അവസാനത്തെ സിങ്ക് ഒഴിച്ച് ബാക്കി എല്ലാവരിലും ഡി എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് ആണ്. ഇവർ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഡി ഓർബിറ്റിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടന്ന് ചാടുന്ന കാരണം എനർജി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഫോമിൽ റിലീസ് ചെയ്യുന്നു. സോ ഇവർ കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യം, കോപ്പർ സൾഫേറ്റിൻ്റെ നിറം നീലാന്ന് ഇനി അറിഞ്ഞൂടാത്ത ആരുമില്ല. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പർപ്പിൾ ആണെന്നറിയാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്, വലിയ പരിചയമില്ലാത്തത്, അത് ഓറഞ്ച് നിറത്തിൽ കാണുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് നോക്കിയാൽ ഇവിടെ എല്ലായിടത്തും ആരുണ്ട്? ഡി ബ്ലോക്ക് എലമെൻറ്റുകളുണ്ട്. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ട്രാൻസിഷൻ എലമെൻ്റ് ആണ്, അല്ലെ, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഡി ഓർബിറ്റൽ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. എക്സെപ്റ്റ് സിങ്ക്. കാരണം സിങ്കിൽ 3d10 ഉണ്ട്. 10 ഉള്ളതുകൊണ്ട് പിന്നെ ഫുൾ ആയതുകൊണ്ട് മാറത്തില്ല. സോ സിങ്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും കളേർഡ് കോമ്പൗണ്ട് കാണിക്കുന്നതിൻ്റെ കാരണം അവിടെ എല്ലാം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡി സബ്ഷെൽ ഉള്ളത് കൊണ്ടാണ്. തീർന്നു. അടുത്ത് വരുന്നതാണ് എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ. ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്നാണ് ഇവർ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ആൻറ്റി പെനൾട്ടിമേറ്റ് അല്ല, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അറിയാലോ, എന്തായിരിക്കും? 3D കഴിഞ്ഞിട്ട് അടുത്തല്ലേ 3D അല്ല, നമുക്ക് 4D കഴിഞ്ഞിട്ടല്ലേ എഫ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കിയേ, അവസാനം വരുന്ന എസ്, അതിന് മുമ്പ് ഡി, അതിന് മുമ്പുള്ള എഫിലായിരിക്കും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്? ഫില്ലാവുന്നത്, അല്ലേ? എനർജി കുറവായതുകൊണ്ട് നമ്മുടെ N+L റൂൾ ബാധകമായതുകൊണ്ട് തന്നെ എസ് ഫില്ലായി, ഡി ഫില്ലായി, അടുത്ത എഫ് ആവും. പക്ഷേ ഓർഡറിൽ നോക്കുമ്പോൾ അവൻ ഇത് ലാസ്റ്റ്, ഇത് പെനൾട്ടിമേറ്റ്, ഇത് അതിനു മുമ്പുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന എഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ ഇന്നർ ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഷെല്ലിന് നമുക്ക് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് വിളിക്കാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആൻറ്റി പെനൾട്ടിമേറ്റ് എലമെൻറ്റുകളെന്ന് ഇവരെ പറയും. ആരൊക്കെ വരും? നമ്മുടെ പീരിയോഡിക് ടേബിൾ ഏറ്റവും അവസാനം കിടക്കുന്ന ലാന്തനൈഡും ആക്ടിനൈഡുകളുമാണ്. 6ാമത്തെ പീരീഡിലെ ലാന്തനൈഡും 7ാമത്തെ ആക്ടിനൈഡുകളുമാണ് വരുന്നത്. ഇവരുടെ പ്രത്യേകത എന്തായിരിക്കും? ഇവർ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റുകളുണ്ട്, മാൻമെയ്ഡ് എലമെൻറ്റുകളും ഉണ്ട്. ആക്ടിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. ഓക്കെ. ഇനി യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എന്ന് പറയുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലുകളും ഇവിടെയാണ് വരുന്നത്. കാന്തങ്ങൾ ഉണ്ടാക്കുന്ന നിയോഡിയം മാഗ്നറ്റ് ഇതിനകത്ത് വരും. പെട്രോളിയം ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കുന്ന സീറിയവും ലന്താനവും ഒക്കെ ഇതിനകത്ത് വരും.
റെയർ എർത്ത് എലമെൻറ്റുകളും ഇതിലാണ് വരുന്നത്. റെയർ എർത്ത് എലമെൻറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും വേറൊന്നുമില്ല, ഇവർ നമ്മുടെ ഭൂമിയിലുണ്ടെങ്കിലും ഇവരെ ലാർജ് ക്വാണ്ടിറ്റിയിൽ കിട്ടാത്തത് കൊണ്ട് ഇവരെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് റെയറാണ്. അതാണ് സംഭവം. സ്കാൻഡിയവും വൈട്രിയും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പ്രധാന പോയിന്റുകൾ. ഇവിടെ ഈ എക്സാമ്പിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എക്സാമ്പിൾസ് എന്തിന് ഉപയോഗിക്കുന്നു, ഏത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നു എന്നതായിരിക്കും എഫ് ബ്ലോക്ക് എന്ന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആൻറ്റി പെനൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എന്ന പേര്, അതിനപ്പുറം ഓക്സിഡേഷൻ സ്റ്റേറ്റ് അങ്ങനെയുള്ളതൊന്നും എഫ് നിന്ന് ചോദിക്കില്ല, കാരണം അത് വേറെ കൺഫ്യൂഷനാണ്. അതെപ്പോഴും ചോദിക്കുന്നത് ഡിയിലാണ്. അപ്പോൾ ഇത്രയും നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞു തരികയാണ്. അയനൈസേഷൻ എൻതാൽപ്പി ഈ പറയുന്ന ഗ്രൂപ്പിനും പീരീഡിനും അക്രോസ് ആയിട്ട് എങ്ങനെ ചേഞ്ച് ആകുന്നു, അതായത് താഴോട്ട് പോകുമ്പോൾ കൂടുകയോ കുറയോ വലത്തോട്ട് പോകുമ്പോൾ കൂടുകയോ കുറയോ എന്നുള്ളത് ചോദിക്കാം. അവിടെ പടം തന്നിട്ട് ഇതിൽ ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവെന്നുള്ളത് നോക്കും. അപ്പോൾ നിങ്ങൾ പൊസിഷൻ നോക്കിയിട്ട് വേണം കണ്ടുപിടിക്കാൻ. അത് കഴിഞ്ഞ് വരുന്നത് നമ്മൾ ഈ പറയുന്ന എന്താണ്, എസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എസ് ബ്ലോക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ +1 +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുള്ളതായിരിക്കും. എങ്കിലും കൂടുതൽ ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു റെയർ കേസ് ആയതുകൊണ്ട്. പി ബ്ലോക്കിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്ന പരിപാടി തന്നെ ആയിരിക്കും ചോദിക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത്. പോസിറ്റീവും നെഗറ്റീവും കാണിക്കും, സോളിഡും ലിക്വിഡും ഗ്യാസും കാണിക്കും. ഡിയിൽ നിന്നാണ് കൂടുതലും ചോദ്യം വരാൻ ചാൻസ്. 2 ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഗ്രൂപ്പിനും പീരീഡിനും എലോങ് ആയിട്ട് ഡി ബ്ലോക്കുകാർ പീരിയോഡിസിറ്റി കാണിക്കുന്നത്? 2, എന്തുകൊണ്ടാണ് ഇവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? ഇതാണ് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. കളേർഡ് കോമ്പൗണ്ട് കാണിക്കുന്ന എന്ത്? ഓക്കെ, എഫിനകത്ത് മെയിനായിട്ട് ഈ എക്സാമ്പിൾസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി മുന്നേ ഉള്ള കാര്യങ്ങൾ എങ്ങനെ ഗ്രൂപ്പ് കണ്ടുപിടിക്കും, പീരീഡ് കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മുന്നത്തെ 1 ഷോട്ടിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും 2 ദിവസം സമയമുണ്ടല്ലോ, അപ്പോൾ സമയം പോലെ ഇരുന്ന് കാണുക. സോ അടുത്ത ചാപ്റ്ററുമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.